ഓണത്തിന് വിഷുക്കൊന്ന പൂത്ത് നിൽക്കുന്നു. പപ്പായ, വാഴ, മാവ്, തെങ്ങ്, സമ്പൽ സമൃദ്ധമായ ഒരു കൃഷിത്തോട്ടമാണ് ഇവർക്കുള്ളത്. ഇത് കണ്ടോ, ചീര, പനിക്കുറുക്ക കണ്ടോ, കാട് പോലെ. പ്ലാവ് കണ്ടോ, പ്ലാവ്. ചേന, റോസ, ഇവിടെ ഇരിക്കാറുണ്ടോ താര? കണ്ടോ, മീൻ കണ്ടോ, മീൻ കിടക്കുന്നു. അയ്യോ, പേടിച്ചു പോയല്ലോ എൻ്റെ പൊന്നെ, ഇതാരായി പോകുന്നത്? പമ്മി നിൽക്കുമായിരുന്നു എല്ലാവരും കണ്ടിട്ടേ വരണ്ട്. ഹായ് സിംബ. തലേന്ന് ഇടിക്കാണ്ടോ? എൻ്റെ പേരെന്തുവാ? സിംബ. എവിടെ പോയി? ഇങ്ങോട്ട് കയറുവോ? ഇല്ലില്ല, ഇവിടെ ഉണ്ടാ. മീനെ തിന്നണ്ടേ? ഡോഗ് ബിസ്ക്കറ്റ് ആണ് അതിന്റെ ഫേവറേറ്റ്. ഇതിപ്പോ ഞാൻ ട്രീറ്റ് കൊടുക്കുന്നുണ്ട് തിന്നുന്നതാണ്. എന്തോ ഒരു മീനാണ്, മീനൊന്നും പേടിയില്ലാണ്ട് അതിന്റെ കൂടെ നടക്കുന്നത്. ചില ദിവസം പിന്നെ ബിസ്ക്കറ്റിന്റെ കൂടെ മീനും കൂടെ എടുക്കുന്നുണ്ട്. എടാ ഇതെല്ലാം കരിമീനാണ്. തിലാപ്പിയ. ഇത് തിലാപ്പിയാണോ? തിലാപ്പിയ നമ്മൾ കരിമീനാണോ? കരിമീന്റെ ഒരു ഇതാണ്. പെർച്ച്, തിലാപ്പിയ ഇതെല്ലാം ഒരേ ഫാമിലിയാണ്. കരിമീൻ ഇതുങ്ങളെല്ലാം കൺസിസ്റ്റന്റ്ലി 2-3 ബാസ് സൈസുണ്ട് ഇവിടെ എല്ലാം എപ്പോഴും വന്ന് നിൽക്കുന്നതേ. പക്ഷെ നമുക്കറിയാം ഇവർ ആരൊക്കെയാണെന്നുള്ളത്. മറ്റേ ഈ കുഞ്ഞുങ്ങളെ നിൽക്കില്ല, കാരണം അത് കുറേ എണ്ണം ഉണ്ടല്ലോ. ബാസിന്റെ കല്ലതിന്റെ തലയിൽ ഇങ്ങനെ സ്പോർട്സ് നോക്കി നമുക്ക് അതിന് വ്യത്യാസം. ഇങ്ങോട്ട് കയറും. ഇത് കണ്ടിട്ടൊരു കയറാനുള്ള ഒരു ലക്ഷണം. ഇങ്ങോട്ട് മണ്ടക്കട്ടൊന്നും പറ്റില്ല, അതിലൂടെ വന്ന് അങ്ങനെ വരത്തുള്ളൂ അവിടെ. ഫുള്ള് തന്നെ തടവി കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ ഫുള്ള് പൂച്ച പറ ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് റിലാക്സ് ചെയ്ത് സൗണ്ടൊക്കെ പ്രശ്നം. അവിടെ ഗേറ്റ് എനിക്ക് തുറക്കാൻ പറ്റില്ല, അവിടെ വന്ന് കിടക്കും. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അവൻ്റെ മോന്തയ്ക്ക് ഇരിക്കുന്ന രീതിയിലാണ് അവിടെ വന്ന് കിടക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുക അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് വടിയൊക്കെ വെച്ചിട്ടാണ് പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും വൈൽഡായിട്ടുള്ളൊരു അല്ലേ. നല്ല ഭംഗിയല്ലേ പാറ്റേൺ ഒക്കെ കൊള്ളാം. പക്ഷേ ഇതൊന്നും അഭിനയിച്ച് കാണിക്കുന്ന ക്യാമറ പോകുന്നിടത്തോളം പോയിക്കൊണ്ടിരിക്കും. ചമ്പട്ട് വരുമ്പോൾ ഇനി ഇളക്കുമ്പോൾ എനിക്കും കൂടി തന്നെ. നമ്മളിപ്പം വാഴത്തോട്ടത്തിലൂടെയാണ് നടക്കുന്നത്. കണ്ടോ, അല്ല ഇത് പൂക്കാത്ത സാധനം. അയ്യേ, ഇത് ജിഞ്ചറാണ്. അതിൽ ഒരെണ്ണത്തിന് $16,000 സാധനമായിരുന്നു.